ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC വഴിയല്ലാതെ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ ആയുഷ് മിഷന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും +2 യോഗ്യത ഉള്ളവർക്കും ജോലി അവസരമുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ ആയുഷ് മിഷന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കോൺട്രാക്ട് ബേസിൽ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് നിയമനം. നിലവിൽ ആയുർവേദ കെയർ പ്രോജക്റ്റിൽ മൾട്ടിപർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40 ആണ്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 10,500 രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. NCD പ്രോജക്റ്റിൽ മൾട്ടിപർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ANM അല്ലെങ്കിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 40 ആണ്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 13,500 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ക്ലിനിക്കിൽ മൾട്ടിപർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. +2 വിത്ത് DCA യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 40 ആണ്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 13,500 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ആന്റി ഡിപ്രഷൻ ക്ലിനിക്കിൽ മൾട്ടിപർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. +2 വിത്ത് DCA യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 40 ആണ്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 11,025 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. അപേക്ഷകൾ തപാൽ വഴിയാണ് അയക്കേണ്ടത്. ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ, ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ, 5 PO, മാനന്തവാടി, വയനാട് എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഡിസംബർ 4 ആണ്. സെലക്ഷൻ പ്രോസസ് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ 20 അതിൽ കൂടുതലോ അപേക്ഷകൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്